േഷൻ്റെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. എ ടീം ഓഫ് 7 മെമ്പേഴ്സിൽ ആവറേജ് ഏജ് ഓഫ് 6 ഓഫ് ദ മെമ്പേഴ്സ് ഈസ് 42 ഇയേഴ്സ് വൈൽ ദ ഏജ് ഓഫ് ദ 7th മെമ്പർ ഓഫ് ദ ടീം ഈസ് 36 ഇയേഴ്സ് മോർ ദാൻ ദ ആവറേജ് ഏജ് ഓഫ് ദ 7 മെമ്പേഴ്സ് ടേക്കൺ ടുഗദർ. ഫൈൻഡ് ദ ഏജ് ഓഫ് ദ 7th മെമ്പർ ഓഫ് ദ ടീം. CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ അലിഗേഷൻ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് 6 പേരുടെ ആവറേജ് തന്നിട്ടുള്ളത് 42 വയസ്സാണ്. ഏഴാമൻ അവൻ ഒരാളാണ്. അപ്പോൾ അവൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആവറേജ് നമ്മൾ എവിടെയാണ് നടുക്കാണ് എഴുതുന്നത്. ടോട്ടൽ ആവറേജ് എക്സ് ആണെങ്കിൽ അതിൽ നിന്നും എത്ര കൂടുതലാണ് അവന്? 36 ഇയേഴ്സ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അലിഗേഷൻ നമ്മൾ പഠിച്ചതനുസരിച്ച് ഈ ഒരു ഗ്യാപ്പ്, ഇത് 6 യൂണിറ്റും ഇത് 1 യൂണിറ്റുമാണ്. ഈ ഒരു ഗ്യാപ്പാണ് ഇത്. 6 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്യാപ്പിനെ സൂചിപ്പിക്കുന്നു. എക്സിൽ നിന്ന് X+36 എത്രയാണ് ദൂരമുള്ളത്? 36 വയസ്സ് അല്ലെങ്കിൽ 36 ഇയേഴ്സ് ആണ്. അപ്പോൾ റേഷ്യോയിൽ 6 എന്ന് പറഞ്ഞാൽ 36 ഇയേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 36 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് എത്രയാണ്? 6 വയസ്സിൻ്റെ അല്ലെങ്കിൽ 6 വർഷത്തിൻ്റെയാണ്. അപ്പോൾ 42 നിന്ന് എക്സിലോട്ട് പോയി എക്സിൽ നിന്ന് X+36 ആയി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. എപ്പോഴും അലിഗേഷൻ രണ്ട് എക്സ്ട്രീം വാല്യൂസിൻ്റെ ഇടയ്ക്കായിരിക്കും. അലിഗേഷൻ അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ക്ലാസ്സുകൾ കണ്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ 6ൻ്റെ ഈ ഒരു ഗ്യാപ്പ് എത്രയാണ്? 6 വർഷമാണ്. 42 നിന്ന് എക്സിലോട്ട് പോയപ്പോൾ 6 കൂടി എന്ന് പറയുന്നു. കാര്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുവാണ്. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് 48 എന്ന് കിട്ടി. നമുക്ക് എക്സ് ആണോ ചോദിച്ചത്? ആവറേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 48 ആണ്. 7th മെമ്പറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? X+36 ആണ്. 48 36 78 84 ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബേസിൽ നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അത് ഈ കമൻറ്റിലിടാം. ബാക്കി ക്ലാസ്സിലെല്ലാം മുഴുവനായിട്ടും കാണുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.